ഈശ്വരമംഗലം കുടുംബത്തിന് ഇപ്പൊ സമ്പത്തുണ്ട്. അത് ഇരട്ടിപ്പിക്കാൻ നോക്കുന്നതിന് പകരം പാഴാക്കാൻ ശ്രമിക്കരുത് ഗൗതം നീ. എടാ, സൽപ്പേരുണ്ടാക്കാനാണെങ്കിൽ വേറെ പ്രോഫിറ്റബിൾ ആയ വഴികളല്ലേടാ ആലോചിക്കേണ്ടത്. ഗൗതം അനാഥാലയം തുടങ്ങാൻ തീരുമാനിച്ചത് സൽപ്പേരുണ്ടാക്കാനോ അതുവഴി പണം സമ്പാദിക്കാനോ ഒന്നുമല്ല. പണം അല്ല മാഡം എല്ലാത്തിന്റെ അവസാന വാക്ക്. മാഡത്തിന്റെ കയ്യിൽ ചിലപ്പോ 100 കോടി രൂപ കാണുമായിരിക്കും. കോടീശ്വരിയാണെന്നുള്ളൊരു തോന്നലും കാണും. പക്ഷേ 1000 കോടി രൂപ കയ്യിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മാഡം വെറും ഒരു ദരിദ്രവാസിയാ. അതറിയൂ? നിനക്ക് ഈശ്വരമംഗലത്തിന്റെ ചരിത്രം അറിയോ? നീ ഈ പറഞ്ഞ ദാരിദ്ര്യം ഉണ്ടല്ലോ, സർവ്വ ബിസിനസ്സുകളും തകർന്ന് ദാരിദ്ര്യത്തിലേക്ക് മൂക്കുകുത്തിയ ഒരു കാലം ഉണ്ടായിരുന്നു ഈശ്വരമംഗലം വീടിനും കമ്പനിക്കും. എന്റെ പോരാട്ടം, എന്റെ കഴിവും എന്റെ ബുദ്ധിയും, ഞാൻ ഉറക്കമുളച്ച രാത്രികൾ, എന്റെ രക്തം വെള്ളമാക്കിയതിന്റെ ബാലൻസ് ഷീറ്റാണടി ഇന്ന് ഈ നിലയിലേക്ക് ഈ കുടുംബം എത്തിയത്. മാഡത്തിന്റെ കഴിവുകളെക്കുറിച്ചും എനിക്കും ഗൗതമിനും നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർപേഴ്സൺ സീറ്റിൽ നിന്നും ഈ വീടിന്റെ മൂലയിലേക്ക് മാഡത്തിന് ഒതുങ്ങേണ്ടി വന്നത്. ഓഹോ, എന്നെ കോർണർ ചെയ്തതിന്റെ മിടുക്ക് പറയുകയാണോ നീ? എങ്കിൽ ഇപ്പൊ ഞാൻ നിന്നെ ചലഞ്ച് ചെയ്യുക. നീ എവിടെ വേണേലും പോയി വീടോ വസ്തുവോ വാങ്ങിക്കോ. പക്ഷേ നീ വാങ്ങാൻ ഉദ്ദേശിച്ച സോമശേഖരന്റെ കെട്ടിടം നീ വാങ്ങില്ല. അവിടെ നീ അനാഥാലയം തുടങ്ങുകയില്ല. അത് ഞാൻ വാങ്ങിയാലോ?